നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം കർത്താവ് ഇന്നിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയായിരുന്നു. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അട്ടപ്പാടിയിലെ ശുശ്രൂഷ തുടങ്ങുന്ന ആദ്യ കാലഘട്ടത്തിൽ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. 1-ാം പ്രമാണ ലംഘനത്തെക്കുറിച്ച് നിങ്ങൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ എവിടെ കടന്ന് തലകുത്തി മറിഞ്ഞ് വലിയ അഭ്യാസങ്ങളൊന്നും കാണിക്കണ്ട. ഇവിടെ കർത്താവ് രാജാവായി പ്രവർത്തിക്കും. പക്ഷെ ഒരു നിബന്ധന, ഇവിടെ അന്യദൈവ ആരാധനയോട് ബന്ധപ്പെട്ട അതൊരു അശുദ്ധി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഈ കോമ്പൗണ്ട് മുഴുവനും കർത്താവിന് പ്രതിഷ്ഠിതമാണ്. അതുകൊണ്ട് ഈ കോമ്പൗണ്ടിൽ 1-ാം പ്രമാണ ലംഘനത്തോട് ബന്ധപ്പെട്ട ഒന്നും ഉണ്ടാകാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് തൊട്ട് അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള സഹശുശ്രൂഷകരും ആ അട്ടപ്പാടി സിയോൻ ധ്യാന കേന്ദ്രത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അതിനോട് ബന്ധപ്പെട്ട യാതൊരു ആചാരങ്ങളും ഇതിനുള്ളിലേക്ക് കയറില്ല. അതുകൊണ്ട് കർത്താവ് അട്ടപ്പാടി ശുശ്രൂഷ കർത്താവ് അടുത്ത് നിന്ന് അനുഗ്രഹിക്കുകയാണ്. നിയമാവർത്തനം 4:7 എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. ആ അക്ഷരം പ്രതി സംഭവിക്കും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ ജനത എപ്പോഴും കർത്താവിനോട് അടുത്തും കർത്താവ് ഈ ജനതയുടെ അടുത്തും ഉണ്ടാകാൻ എന്തു ചെയ്യണമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ശ്രേഷ്ഠ ജനതയായി നിലനിൽക്കണമെങ്കിൽ നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 25-ഉം 26-ഉം അങ്ങനെ കർത്തൃസന്നിധിയിൽ ശരിയായത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകും. ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. ദൈവത്തിന് സമർപ്പിച്ച വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പവിത്രമായ ഭവനത്തിൽ പ്രാർത്ഥനാ മുറി, നമ്മുടെ ഭവനം വെഞ്ചരിച്ച സ്ഥലം, നമ്മുടെ ഇടവക ദേവാലയം, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെയുള്ള അന്യദൈവങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇത് ഓണക്കളിയോ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതൊന്നും പള്ളിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഇത് നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് വേർതിരിച്ച് വിശുദ്ധമാക്കിയ സ്ഥലത്തേക്ക് അത് കൊണ്ടുവരാൻ പാടില്ല. സിയോൻ ധ്യാന കേന്ദ്രത്തിൽ കർത്താവ് അത് പറഞ്ഞു, അച്ചട്ടായിട്ട് അതുപോലെ ചെയ്തു. അതുകൊണ്ട് ഇന്ന് വരെ കർത്താവ് പറഞ്ഞ അതുപോലെ ചെയ്തതുകൊണ്ട് അത്രയും കർത്താവിൻ്റെ സ്നേഹം അവിടെ അനുഭവിക്കാൻ അച്ഛനും സഹശുശ്രൂഷകർക്കും കർത്താവ് അനുഭവം നൽകിയിട്ടുണ്ട്. 28-ാമത്തെ വാക്യത്തിൽ എന്താ പറയേണ്ടത്? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം. അതൊക്കെ ഭാഗികമായി ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോരാ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ഇഷ്ടം, കുറച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ഇത് എന്താ ഈ 2 വണ്ടത്തിൽ കാല് വെക്കണത്? നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നന്മയും ശരിയും എന്ന് പറഞ്ഞ ദൈവവചനം അനുസരിച്ച് നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാവും. നിയമാവർത്തനം 4:7 യാഥാർത്ഥ്യമാകണമെങ്കിൽ നിയമാവർത്തനം 4:7 എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അത് എനിക്ക് ശേഷം എൻ്റെ മക്കൾക്കും കുടുംബങ്ങൾക്കെല്ലാം അന്വർത്ഥമാകണമെങ്കിൽ നിയമാവർത്തനം 12:28 പ്രധാനപ്പെട്ടതാണ്. എന്ത് ചെയ്യണം? ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധ കൊടുക്കണം. നമുക്കിഷ്ടമുള്ള ആചാരങ്ങളെല്ലാം കൂടെ അനുകരിക്കുക. അപ്പം പറയണത് എങ്ങനെയാണ്? കളി കളിക്കുന്നുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട കളി കളിക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ അല്ല നമ്മുടെ വിഷയം. അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ലേവ്യരുടെ പുസ്തകം 5:17 എന്താ പഠിപ്പിക്കുന്നത്? ലേവ്യർ 5:17 പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ
ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അത് പഠിക്കാതെയാണ്, അത് അറിഞ്ഞിട്ടില്ല, അതിൻ്റെ ഹിസ്റ്ററി അറിയാൻ പാടില്ലായിരുന്നു, അത് അറിയാതെയാണ് അതൊക്കെ ഞങ്ങൾ ചാടി മറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞാലും അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ്. അവൻ തൻ്റെ തെറ്റിൻ്റെ ഉത്തരവാദിയായിരിക്കും. പുറപ്പാട് 23-24 കർത്താവിൻ്റെ വചനം വ്യക്തമായി നൽകുന്ന നിർദ്ദേശമാണ്. നമ്മൾ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കണം, അത് സൂക്ഷ്മതയിൽ അനുസരിക്കണം. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ആരാധിക്കുന്നില്ല, അതാണ് ഒരുപാട് വിശ്വാസികൾ പറയുന്നത്. ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ അതിന് പകരം മണ്ണും കൊണ്ടും കളിമുണ്ടാക്കിയ ചില ഓണത്തപ്പനെയൊക്കെ കൊണ്ടുവന്ന് വെക്കണേ ഉള്ളൂ, ആരാധിക്കുന്നൊന്നുമില്ല. അടുത്ത വാക്യം എന്താ പറയണത്? ആരാധിക്കാതിരുന്നാൽ മാത്രം പോരാ, വേറെ ഒരു കാര്യം കൊണ്ട് കർത്താവ് നിരോധിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? നീ ഇമിറ്റേറ്റ് ചെയ്യരുത് അവരുടെ ആചാരങ്ങൾ. അങ്ങനെ പലതും ആ ഒരു ദേശത്ത് പല കാര്യങ്ങളുണ്ടാവും. ആ ആചാരങ്ങളുടെ പുറകിൽ അതിൻ്റെതായ ഒരു റിലീജിയസ് ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അത് നീ പഠിക്കണം, നീ അന്വേഷിക്കണം. എന്നിട്ട് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനെ അനുവദിച്ചിട്ടുണ്ടോ നോക്കണം. ആ ആചാരങ്ങൾ നീ അനുകരിക്കരുത്. അനുകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഇമിറ്റേറ്റ് ചെയ്യുക അല്ലേ? അതുപോലെ ഇവിടെ കൊടുന്ന് പള്ളിയിൽ ഇതൊക്കെ ചെയ്യുക. നീ ഇമിറ്റേറ്റ് ചെയ്യരുത്. പള്ളിയിൽ കൊടുന്നിട്ട് കർത്താവ് വ്യക്തമായിട്ട് വിലക്കിയിട്ടുള്ളതാണ്, നീ അത് ഇമിറ്റേറ്റ് ചെയ്യരുത്. നിന്റെ ദൈവമായ കർത്താവിന് സമർപ്പിതമായ ദേവാലയത്തിൽ നീ അത് ഇമിറ്റേറ്റ് ചെയ്യരുത്. പുറപ്പാടിൻ്റെ പുസ്തകം 23-13 വാക്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ നല്ല ശ്രദ്ധ വെക്കണം. അന്യദേവന്മാരുടെ നാമം നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ പോലും ഇടവരരുത്. തമാശായിട്ട് പോലും ആ നാമം നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും കർത്താവ് അതിനെ ഗൗരവത്തിൽ കാണുകയാണ്. ഇത് തമാശക്കെടുന്ന് പറയുക, ഒരു മൂളിപ്പാട്ട് പാടുക, നോ നോ, ഇത് നിനക്ക് നിരോധിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വളരെ പ്രാധാന്യം കൊടുത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ഉത്ബോധനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഉത്ബോധനമാണത്. അങ്ങനെ നമ്മൾ അത് സാരമൊന്നുമില്ല, ഞാൻ ക്രിസ്ത്യാനി, എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ഇളകി വശായി എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കാൻ പോണത്? ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം വളരെ വ്യക്തമായി വാഗ്ദാനം ചെയ്യാൻ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾക്കും അതിനുശേഷം നിങ്ങളുടെ സന്തതികൾക്കും വേണ്ടി കാനാൻ നാട് പോലെ നൽകിയിട്ടുള്ള ആ ദേശം, നിങ്ങളുടെ പൂർവികർ വസിച്ചിരുന്ന ദേശത്ത് നിന്ന് ഞാൻ നിങ്ങളെ ചിതറിച്ചു കളയും എന്ന് പറഞ്ഞാൽ, ഒരു മൺകലത്തേൽ ഇരുമ്പെടുത്ത് അടിച്ചാൽ ഉടഞ്ഞു പോകുന്നത് പോലെ നിങ്ങളുടെ മക്കൾ നാനാഭാഗത്തേക്ക് ചിതറിപ്പോകുന്നവർ. നിയമാവർത്തനം 4-ാം 26-27 തിരിലും. അതിൽ 27 ഒന്ന് വായിച്ചു നോക്കിക്കേ. 27 ആ ലാസ്റ്റ് ഭാഗം. കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിക്കും, നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും. കേരളം ഒരു വൃദ്ധസാധനമായി പോയി, കേരളത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കണം. നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച് നോക്കണം, എന്തൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടിയത് ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട്. ഞാനിന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷികളാക്കി പറയുന്നു, ജോർദാൻ കടന്ന് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ അറ്റുപോകും, അവിടെ നിങ്ങൾ ദീർഘകാലം വസിക്കുകയില്ല. കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ രാജ്യങ്ങളിലേക്ക്, നാനാ രാജ്യങ്ങളിലേക്ക്, ജനതകളുടെ ഇടയിലേക്ക് ചിതറിക്കും. നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവിടെ ഉണ്ടാവും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ജോഷുവയുടെ പുസ്തകം 23-ാം 15-16 വാക്യങ്ങൾ. കർത്താവ് പറയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തന്നെ ഭീഷണിയും നിറവേറ്റും. ഇരുമ്പ് വടി കൊണ്ട് മൺകലത്തെ അടച്ചാൽ ചെതറുന്നത് പോലെ ജനതകളുടെ ഇടയിലേക്ക് നിങ്ങളെ ചെതറിക്കുമെന്ന് പറഞ്ഞാൽ ചെതറിച്ചിരിക്കും. ജോഷുവ 23:15. നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തൻ്റെ ഭീഷണിയും നിറവേറ്റും. എന്തിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു കൂട്ടേണ്ടത്? ചെയ്തു കൂട്ടുമ്പോൾ നമ്മുടെ ഉദ്ദേശം ഇതാണ്, നമുക്കെല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ്,
നമ്മളെല്ലാവരുമായിട്ട് സ്നേഹം, നമ്മളെല്ലാവരുമായിട്ട് ഐക്യം, ഇതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ 2000 വർഷം ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ അടുത്ത 10-15 വർഷങ്ങളിൽ 10-20 വർഷമായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഐക്യവും സ്നേഹവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റിസൾട്ട് എന്താണ്? വിദൂര കോണുകൾ, ഏതെങ്കിലും ഇന്ത്യയുടെ ഏതെങ്കിലും വിദൂര കോണുകൾ ചെന്നാൽ പോലും ക്രിസ്ത്യൻ എന്നൊരു പേര് കേൾക്കുമ്പോഴത്തേക്കും കഠിനമായ വെറുപ്പ്. ആരുടെ പ്രീതിക്ക് വേണ്ടി ഇതെല്ലാം നമ്മൾ കാട്ടിക്കൂട്ടിയോ അവരുടെ ഹൃദയങ്ങളിൽ കഠിന വെറുപ്പ്. അതൊരു വചനത്തിൻ്റെ പൂർത്തീകരണമാണ് അതിൻ്റെ സഹോദരങ്ങളെ. യോശുവ പ്രവാചകന്റെ യോശുവയുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം, യോശുവ 23:13 പൂർത്തീകരണമാണത്. എന്താണത്? അവിടെ ഇങ്ങനെയാണ് പറയണത്, നിങ്ങളുടെ ദൈവമായ കർത്താവ്, അവിടെ അണ്ടർലൈൻ ചെയ്തേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശിഷ്ട ദേശത്ത് നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വരെ, അതായത് നിങ്ങൾ അവസാനത്തതും അറ്റുപോകുന്നത് വരെ, നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വരെ അവർ നിങ്ങൾക്ക് കെണിയും. ആരുടെ സംപ്രീതിക്ക് വേണ്ടി, ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ആരുമായിട്ട് ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇതെല്ലാം കാട്ടിക്കൂട്ടിയോ അവർ നിങ്ങൾക്ക് കെണി, കാലിന് കെണി, കുടുക്ക്, കഴുത്തിന് കുടുക്ക്, മുതുകിന് ചാട്ട, കണ്ണിന് മുള്ള്. പോരെ, കണ്ണിന് മുള്ളും, കാലിന് കെണിയും, മുതുകിന് ചാട്ടയും, കഴുത്തിന് കുടുക്കുമായിട്ട് മാറും. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും കുറവുണ്ടാവില്ല. ദൈവം നമ്മളോട് പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ വെറുതെ എൻ്റെ പിതാവേ എന്ന് വിളിച്ചാൽ മതി, ദൈവം നമ്മുടെ അടുത്തെത്തി. ദൈവം നമുക്ക് ഇത്ര അടുത്തുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണ്. ദൈവം പറഞ്ഞു, എൻ്റെ ദൈവമേ 11 വർഷം മക്കളില്ല, വെറുതെ ഒന്ന് തൊട്ടാൽ മതി. ആ 11 വർഷം മെഡിക്കൽ സയൻസ് മുഴുവനും പരിശ്രമിച്ച് നടക്കാത്ത ഒരൊറ്റ സെക്കൻഡിൽ ദൈവം അവർക്ക് ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ ആ സഹോദരി 3 ഗ്രോത്ത്, 3 ട്യൂമർ, അത് സ്കാനിങ് മെഷീൻ എല്ലാം റിപ്പോർട്ട് ചെയ്തത് ഒരൊറ്റ മണിക്കൂർ. ദൈവമേ എന്ന് പറഞ്ഞൊരു പുസ്തകം, യേശുവിൻ്റെ നാമം എഴുതിയൊരു പുസ്തകം വെറുതെ ഇങ്ങനെ വെച്ചേ ഉള്ളൂ. പിന്നെ നോക്കുമ്പോൾ കാണുന്നില്ല. അതിനോട് ബന്ധപ്പെട്ട സർവരും അതിനോട് സ്കാനിങ് നടത്തി, ടെസ്റ്റ് നടത്തി, എല്ലാം നോക്കി അത് പരിപൂർണമായി അപ്രത്യക്ഷമായതാണ് മെഡിക്കൽ സയൻസ് റിപ്പോർട്ട് പ്രകാരം അവർ കണ്ടെത്തിയത്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അതിന് കർത്താവ് നമ്മളോട് പറഞ്ഞെങ്ങനെയാണ്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിത്യമായും നന്മയുണ്ടാകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കണം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം പറഞ്ഞത് അട്ടപ്പാടിയിൽ അനുഷ്ഠിച്ചപ്പോൾ അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ഇത്രയും കാലം അച്ഛനെ കണ്ട് അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് അച്ഛനെന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിയമാവർത്തന പുസ്തകം 12-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുലിഖിതം, നിയമാവർത്തനം 12:4. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ, നിങ്ങളുടെ ദൈവമായ കർത്താവിന് പ്രാർത്ഥനകളും സ്തുതികളും അർപ്പിക്കുന്ന ആലയത്തിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ കൊണ്ടുവന്ന് അത് അനുഷ്ഠിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന ആലയങ്ങളിലും കോമ്പൗണ്ടുകളും നിങ്ങൾ പവിത്രമായി കാത്തു സൂക്ഷിക്കണം. അത് കർത്താവിന് പ്രതിഷ്ഠിതമാണ്. വീടുകളും നിങ്ങളുടെ ശരീരങ്ങളും കാത്തു സൂക്ഷിക്കണം. ഈ ശരീരങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിൻ്റെ മുദ്ര പതിച്ചു. അതാണ് വിശുദ്ധ മൂറോൻ കൊണ്ട് നമ്മൾ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വിശുദ്ധ മൂറോൻ കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട ഈ ശരീരത്തിൽ എന്ത് ചെയ്യരുത്? നാം മറ്റ് തരത്തിലുള്ള കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് ചാർത്തരുത്. നിയമാവർത്തന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാന വെളിപ്പെടുത്തലാണ് നിയമാവർത്തനം 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നിയമാവർത്തനം 7-ാം അധ്യായം 25-26 വാക്യങ്ങൾ. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 25-26 വാക്യങ്ങൾ. നിങ്ങൾക്ക് ഒരു കെണിയാകാതിരിക്കാൻ, അണ്ടർലൈൻ ചെയ്തേ, അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദ്യമാണ്. ഇത് പള്ളി കോമ്പൗണ്ടിലേക്ക് കൊണ്ടുവരരുത്.
ഇത് ഭവനത്തിലേക്ക് കൊണ്ടുവരരുത്. നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിഷ്ഠ പുലർത്തണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് കൊടുക്കുന്ന പ്രബോധനം. ഇടം വലം വ്യതിചലിക്കരുത്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു വചനഭാഗം ഞാൻ വായിച്ചത്. ആ വചനവാദം ഇങ്ങനെയാണ് പറയുന്നത്: ഇസ്രായേൽ രാജാക്കന്മാർക്ക് ദൈവം കൽപ്പന കൊടുക്കുകയാണ്. എന്താ കൽപ്പന കൊടുത്തത്? ഇസ്രായേൽ രാജാക്കന്മാർ കൊടുത്ത കൽപ്പന ഇതാണ്: ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ രാജാക്കന്മാർ കുതിരപ്പട്ടാളം ഉണ്ടാക്കണ്ട, ഇസ്രായേൽ കുതിരപ്പട്ടാളം വേണ്ട എന്ന് കൽപ്പന കൊടുത്തിരിക്കുക. എന്താ കൽപ്പന കൊടുക്കാൻ കാരണം? കുതിരപ്പട്ടാളം ഉണ്ടാകണമെങ്കിൽ കുതിരേനെ മേടിക്കണം. കുതിരേനെ മേടിക്കണമെങ്കിൽ ഇവർ ഈജിപ്തിലേക്ക് തിരിച്ചു പോകും. ഈജിപ്തിലേക്ക് തിരിച്ചു പോയാൽ അവിടെയുള്ള ഉത്സവങ്ങളും അവിടെയുള്ള കാര്യങ്ങളും ഇവർ കണ്ട് ഇവരുടെ ഹൃദയം അന്യദൈവ ആരാധനയിലേക്ക് ആകൃഷ്ടമാകും. അങ്ങനെ ഒരു സാധ്യത പോലും ഉണ്ടാകാതിരിക്കാൻ, ആ സാധ്യതയെ പോലും അടച്ചുകൊണ്ട് ദൈവം കൽപ്പന ദൈവത്തിൻ്റെ ജനത്തിന് കൊടുത്തു. എന്താ? കുതിരപ്പട്ടാളത്തെ ഇസ്രായേൽ ജനത്തിന് വേണ്ട. നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായം അതിൽ 16-ാം തിരുലിഖിതം. നിയമാവർത്തനം 17-16. രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത്. എന്തിനാ കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക? കുതിരപ്പട്ടാളം ഉണ്ടെങ്കിലാണ് കുതിരയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ കുതിരപ്പട്ടാളം ഉണ്ടാക്കരുത്. കുതിരകളോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അധികം ചെയ്യണ്ട. എന്താ? അങ്ങനെ ചെയ്താൽ ജനം ഈജിപ്തിലേക്ക് പോകാൻ ഇടവരും. ഈജിപ്തിലേക്ക് പോകുമ്പോൾ അവർ പണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞ ഉത്സവങ്ങളും അവർ കണ്ടുപേക്ഷിച്ച് കളഞ്ഞ ജീവിത രീതികളെല്ലാം മനസ്സിലാക്കിയത് അതിലേക്ക് വീണ്ടും ഹൃദയം ആകർഷിക്കപ്പെടും, ആകൃഷ്ടമാകും. ഇനി ഒരിക്കലും ആ വഴിയെ തിരികെ പോകരുതെന്ന് കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ദൈവം അത്രയും ജാഗ്രതയോടെ ദൈവത്തിൻ്റെ ജനത്തെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വളരെ ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നു. നാം തന്നെ നമ്മുടെ തകർച്ചയ്ക്ക് വാതിൽ തുറന്നിടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ സാമീപ്യം, ദൈവത്തിൻ്റെ വളരെ പ്രകടമായ വിധം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നാം ഈ കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. എഫേസോസ് ലേഖനം 5-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം: വിഗ്രഹാരാധകന് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം. 2 കൊരിന്തോസ് 6-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് വ്യക്തമായിട്ട് അരുളി ചെയ്യാണ്: നിനക്ക് നല്ല ഒരു ചേഞ്ച്, നല്ലൊരു അഭിവൃദ്ധി, നല്ലൊരു അനുഗ്രഹം, നിനക്ക് കർത്താവിൻ്റെ ഒരു ഇടപെടൽ, നിന്റെ കർത്താവിൻ്റെ ശക്തി നിന്റെ കൺമുമ്പിൽ കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ ഇങ്ങനെയുള്ള എന്നുള്ള പറഞ്ഞ ആ ഒരു കുഴഞ്ഞ ജീവിത രീതി വിട്ട് നീ ലോകത്തോടൊരു വേർപാട് ആചരിക്കണം. നീ ലോകത്തോടൊരു വേർപാട് ആചരിക്കണം. നീ ലോകത്തിൻ്റെ രീതികൾ വിട്ട് ഇറങ്ങുക, അവരിൽ നിന്ന് വേർപെടുക നിന്ന് നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടുകയും വരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഇനി 18-ാമത്തെ വാക്യം, 17-ഉം 18-ഉം പ്രധാനപ്പെട്ടതാണ്. 2 കൊരിന്തോസ് 6-ാം അധ്യായം 17-ഉം 18-ഉം ഒരുമിച്ച് വെച്ചു: ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. 16-ാമത്തെ വാക്യത്തിൽ പറയാണ്: ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് ബന്ധം? കർത്താവിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തം? കർത്താവിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് ബന്ധം?
ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനമായിരിക്കും. ഈ ഒരു വലിയ ഉടമ്പടി ബന്ധം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകാൻ നാം ദൈവം കൽപ്പിച്ചിരിക്കുന്ന വചനങ്ങൾക്ക് നല്ല വില കൊടുക്കണം. ഇടം വലം വ്യതിചലിക്കരുത്.